Narayanan and the Systems Education Center, Malappuram. We are dealing with the paper Social History of England and the History of English Literature, the Age of Pop 1745 to 1798. Introduction. In the reign of Charles II, the term Whig and Tory came into being. Domestic political affairs started influencing literature deeply. The War of the Spanish Succession was successful under the leadership of Marlborough. Contemporary literature is much concerned both with the war and the peace after, and the Act of Settlement was passed and the House of Hanover took over the throne. Events influenced the lives of Addison, Steele, Swift and many other writers. അപ്പം ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലത്താണ് വിഗ് ടോറി എന്നുള്ള ഈ രണ്ട് ടേംസും വന്നത്. അപ്പം ഇങ്ങനെ ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ അഫെയർസൊക്കെ ലിറ്ററേച്ചറിനെ ഒരുപാട് ഡീപ്പായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പാനിഷ് വാർ ഓഫ് സക്സഷൻ എന്താ പറയണത് മാൾബറോയുടെ ലീഡർഷിപ്പിൽ സക്സസ്ഫുള്ളായിട്ട് നടന്നു. അതുപോലെ തന്നെ അന്നത്തെ ലിറ്ററേച്ചർ എന്ന് പറയണത് ഈ വാറിനെ കുറിച്ചും സമാധാനത്തിനെ കുറിച്ചുമായിരുന്നു കൂടുതലായിട്ട് വന്നിരുന്നത്. അപ്പോൾ ആനിന് ശേഷം ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് പാസ്സാക്കി ഹൗസ് ഓഫ് ഹാനവർ ഭരണത്തിൽ സിംഹാസനത്തിലേറി. അതുപോലെ തന്നെ ഈ ഇവൻറ്റ്സൊക്കെ റൈറ്റേഴ്സായിട്ടുള്ള അഡിസൺ, സ്റ്റീൽ, സ്വിഫ്റ്റ് അങ്ങനെയുള്ള മറ്റുള്ള എഴുത്തുകാരെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. The Age of Pop. Literature emanated from middle-class writers who were strong in their moral considerations. Virtue was recommended and praised. Good sense became the ideal of the time. This is shown in the field of religion amidst the great deistic controversy. The prevailing principles were rationalism and utility. All the theological writings of the 18th century were characterized by rationalistic and utilitarian temper. The same temper marked the literature in the age of Pope, and the literature went around wit and fancy and not with emotion or passion. അപ്പോൾ ലിറ്ററേച്ചർ എന്താ പറയുക മിഡിൽ ക്ലാസ് റൈറ്റേഴ്സിനെ ഒക്കെ ഭയങ്കര സ്ട്രോങ് മോറൽ കൺസിഡറേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു. മിഡിൽ ക്ലാസ് റൈറ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മോറൽ കൺസിഡറേഷൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആക്കി. അതുപോലെ തന്നെ വെർച്യൂ, സദ്ഗുണമാണ് റെക്കമെൻഡ് ചെയ്തതും ആളുകൾ പ്രീച്ച് ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ നല്ല ഒരു സെൻസാണ് ആ സമയത്ത് ഐഡിയലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഡയസ്റ്റിക് കോൺട്രവേഴ്സി, ഈശ്വരനെ വിശ്വസിക്കുന്നവരായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി നടന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് അന്ന് നിലനിന്നിരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് യുക്തിവാദവും യൂട്ടിലിറ്റിയാണ്. അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായ എഴുത്തുകളൊക്കെ 18ാം നൂറ്റാണ്ടിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് യുക്തിവാദ സംബന്ധമായിട്ടും അതുപോലെ ഉപയോഗയോഗ്യമായിട്ടും പറയുന്നുണ്ട്. ഇതേ ഒരു തന്നെയാണ് ലിറ്ററേച്ചർ ഏജ് ഓഫ് പോപ്പിൻ്റെ കാലത്തും ഉണ്ടായിരുന്നത്. ലിറ്ററേച്ചറിൽ വിറ്റും ഫാൻസിയാണ് ഉണ്ടായിരുന്നത്, അല്ലാതെ ഇമോഷനും പാഷനും ആയിരുന്നില്ല. The age of pop is sometimes called the classic age and sometimes Augustan age of English literature, along with the age of Dryden. The word classic denotes that the poets and the critics of this age believed that the works of writers of classical antiquity presented the best models and standards of literary taste, and the word Augustan denotes that, like the age of Augustus was the golden age of Latin literature, the age of Pope was the golden age of English literature. ഏജ് ഓഫ് പോപ്പിന് പറയണ വെച്ചാൽ ക്ലാസിക്കൽ ഏജ് അല്ലെങ്കിൽ ഓഗസ്റ്റൻ ഏജ് എന്നാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഡ്രൈഡൻ മീൻസ് ആ ഒരു ഏജിനെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിക് എന്നുള്ള വേർഡ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പോയറ്റ്സിനെയും ക്രിട്ടിക്സിനെയും കുറിച്ചാണ്. മീൻസ് അവരൊക്കെ ഈ ക്ലാസിക്കൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ, മീൻസ് പുരാതന കാലം തൊട്ടുള്ള ബെസ്റ്റ് മോഡൽസാണ് അവരുടെ ഒരു ലിറ്റററി ടേസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് താല്പര്യമുള്ള അന്നത്തെ കാലത്ത് എഴുത്തുകാർക്ക് താല്പര്യമുള്ളൊരു മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റൻ എന്ന് പറയുന്നത് ഏജ് ഓഫ് ഓഗസ്റ്റസ് ആണ്. ലാറ്റിൻ ലിറ്ററേച്ചറിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ഏജ് ഓഫ് ഓഗസ്റ്റസ് ആണ്. അപ്പോൾ ഏജ് ഓഫ് പോപ്പ് എന്ന് പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അതുകൊണ്ടാണ് ഓഗസ്റ്റൻ ഏജ് എന്ന് കൂടെ പോപ്പിൻ്റെ ഏജിനെ പറയുന്നത്.
The classical school of poetry. To understand the poetry of 18th century, the salient features of classical school have been clear in perception. അപ്പോൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് പോയട്രീനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ മീൻസ് 18th സെഞ്ച്വറിയിൽ പോയട്രീനെ കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് പോയട്രീനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയണം. The classical poetry has intelligence playing upon the surface of life, emotion and imagination are deficient. It is didactic and satiric. It is poetry of argument and criticism of politics and personalities. അപ്പോൾ ക്ലാസിക്കൽ പോയട്രിക്ക് എന്താ പറയുക ലൈഫ് മീൻസ് എന്താ പറയുക ക്ലാസിക്കൽ പോയട്രിക്ക് നമ്മുടെ ലൈഫിൻ്റെ സർഫേസുമായിട്ടൊരു ഒരു പ്രത്യേക ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇമോഷനും ഇമാജിനേഷൻ എന്ന് പറയുന്നത് അവിടെ കുറവായിരുന്നു. ഇങ്ങനെ ഒരു ഉപദേശക രൂപമായിട്ടും സറ്റാരിക്കായിട്ടുള്ള വർക്ക്സ് ആയിരുന്നു ക്ലാസിക്കൽ പോയട്രിയിൽ വന്നിരുന്നത്. അപ്പോൾ ഈ പോയട്രിയുടെ ആർഗ്യുമെൻ്റ് എന്താ പറഞ്ഞാൽ പൊളിറ്റിക്സിനെയും പേഴ്സണാലിറ്റീസിനെയും കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു. It is almost a town poetry made of the interest of society in the great centers of culture. The humble aspects of life are neglected. It shows no real love of nature, landscape and people. ഈ ടൗൺ പോയട്രിയാണ് കൂടുതലായിട്ട് സൊസൈറ്റിയിലുള്ള കൾച്ചറിൻ്റെ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജീവിതത്തിലെ ഹംബിൾ ആസ്പെക്ട്സ് ഇങ്ങനെ എളിമയോട് കൂടിയുള്ള ആസ്പെക്ട്സ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഒരു എന്താ നേച്ചറിനോടുള്ളൊരു ഇഷ്ടമോ ലാൻഡ്സ്കേപ്പിനോട് പീപ്പിളിനോടുള്ളൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ there are no romantic elements in the age of pop. With the destruction of emotions, a hatred of romanticism in literature occurred and the critical taste of time was rude. It was hostile to Chaucer, Spenser and even Shakespeare. അപ്പോൾ എന്താ വെച്ചാൽ റൊമാൻറ്റിക് എലമെൻറ്റ്സ് ഒന്നും ഇല്ല ആയിരുന്നു അന്നത്തെ കാലത്തെ പോയട്രിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോപ്പിൻ്റെ ഏജിൽ എന്താണ് ഇമോഷനൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്ത് എന്താ പറയുക റൊമാൻറ്റിസിസത്തിനോട് ഒക്കെ ഒരു വെറുപ്പുള്ള പോലെയായിരുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉള്ള ക്രിട്ടിക്കൽ ടേസ്റ്റ് ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഴുത്തുകാരായ ചോസർ, സ്പെൻസർ അതുപോലെ ഷേക്സ്പിയറിനെ പോലും അവർ അവരോട് പോലും എതിർപ്പായിരുന്നു. അവരുടെ എഴുത്തുകളോടൊക്കെ ഒരു എതിർപ്പായിരുന്നു. Extreme devotion to form and love of superficial polish led to artificial and conventional style. Simplicity and naturalness disappeared before the growth of vast refinement, bombastic phrases and pompous circumlocutions. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എക്സ്ട്രീം ഡിവോഷൻ ടു ഫോം ഓഫ് ലവ് ആൻഡ് സൂപ്പർഫിഷ്യൽ പോളിഷ് ഇത് മീൻസ് അങ്ങനെ ഒരു എന്താ പറയുക ലവ് അതിനോടൊക്കെയുള്ള ഒരു ഡിവോഷൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒക്കെ ആർട്ടിഫിഷ്യലും കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റൈലായിരുന്നു. പിന്നെ സിംപ്ലിസിറ്റി നാച്ചുറൽനെസ് ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അതൊക്കെ ഇല്ലാതെ ആയിരുന്നു. അപ്പം ഫാൾസ് റിഫൈൻമെൻറ്റ് അതുപോലെ തന്നെ ബോംബാസ്റ്റിക് ഇങ്ങനെ വിടുവായത്തം പറയുക ഇങ്ങനെ ആഡംബരപൂർണ്ണമായിട്ട് ഇങ്ങനെ വളച്ച് കെട്ടി പറയുക അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള എഴുത്തുകളായിരുന്നു. പിന്നെ ക്ലാസിക്കൽ പോയട്രി ഫോളോ ദ ക്ലോസ്ഡ് കപ്ലെറ്റ് ആസ് എ ഫോം ആൻഡ് ഇറ്റ്സ് എപ്പിഗ്രാമാറ്റിക് ടെൻസ്നെസ് വാസ് പോപ്പുലർ. ക്ലാസിക്കൽ പോയട്രി ക്ലോസ്ഡ് കപ്ലെറ്റ് എന്നുള്ളൊരു ഫോം വന്നു ക്ലാസിക്കൽ പോയട്രിയിൽ. അപ്പം എന്താ ഈ ഒരു പരിഹാസ ശൈലീപരമായിട്ടുള്ള ഒരു ഒന്നായിരുന്നു പോപ്പുലർ ആയിട്ടുള്ളത് അന്നത്തെ കാലത്ത്. The life of Pope. Alexander Pope was born in London as a Roman Catholic. Pope was excluded from the public schools and universities. This resulted in his haphazard knowledge and he never became an accurate scholar. The want of both sound learning and mental discipline is apparent in his works. He published pastorals in 1709, criticism on essays in 1711 and translation of Homer in 1719. This translation was a success for him financially. He had jealousies and quarrels with his contemporaries, but he worked as steadily to the last. അലക്സാണ്ടർ പോപ്പർ ലണ്ടനിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു റോമൻ കത്തോലിക്ക ആയതുകൊണ്ട് അദ്ദേഹത്തിനെ പബ്ലിക് സ്കൂളിൽ നിന്നും ഒഴിവാക്കി, യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഇത് എന്താണ് അദ്ദേഹത്തിന് ക്രമരഹിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആക്യുറേറ്റ് സ്കോളർ ആവാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിലെ പ്രത്യേകത പറയുന്നത് സൗണ്ട് ലേണിങ്ങും മെൻ്റൽ ഡിസിപ്ലിനും ആയിരുന്നു. അദ്ദേഹം ചില പാസ്റ്ററൽസ് ഇടയലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് 1709. പിന്നെ ചില എസ്സേസിനെ കുറിച്ച് ക്രിറ്റിസിസം എഴുതിയിട്ടുണ്ട് 1711.
അതുപോലെ തന്നെ ഹോമർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് 1719. ഈ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന് ഫിനാൻഷ്യലി ഒരു സക്സസ് ആയി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്തെ എഴുത്തുകാരോട് അദ്ദേഹത്തിന് ചില ജലസീസും ക്വാറൽസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തുടക്കം തൊട്ട് ഒടുക്കം വരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. The poetic career of Pope can be Pope's poetry. The poetic career of Pope can be divided into 3 periods. They are an early period, a late period of original work and a period of translation. അപ്പോൾ പോപ്പിൻ്റെ പോയറ്റിക് കരിയറിനെ നമുക്ക് 3 പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഏർലി പീരീഡ്, രണ്ടാമത്തത് ലേറ്റ് പീരീഡ്, ഒറിജിനൽ വർക്കിൻ്റെ ലേറ്റ് പീരീഡ്, പിന്നത്തത് എന്താണ് പീരീഡ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. In the early period he wrote a number of miscellaneous poems. 4 pastorals, short poems on spring, summer, autumn and winter are important. He wrote the Messiah in imitation of Virgil. Criticism on the essay is certainly a remarkable performance. The Rape of the Lock, Rape of the Lock is his masterpiece based on an incident occurred in the Roman Catholic Society. It is a mock epic poem. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏർലി പീരീഡിൽ അദ്ദേഹം ഒരുപാട് പോയിംസ് എഴുതിയിട്ടുണ്ട്. 4 പാസ്റ്ററൽസ്, പിന്നെ ഷോർട്ട് പോയിംസ് സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്ററിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ മെഷിഹ എന്ന് പറഞ്ഞൊരു വർക്ക്, അത് വെർജിൽ എന്നുള്ള വർക്കിൻ്റെ ഇമിറ്റേഷനാണ്. പിന്നീട് എസ്സേനെ കുറിച്ചുള്ള ക്രിറ്റിസിസം, അത് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്കാണ് റേപ്പ് ഓഫ് ലോക്ക്. അത് റോമൻ കത്തോലിക് സൊസൈറ്റിയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അതൊരു മോക്ക് എപ്പിക് പോയാണ്. Pope translated Iliad by himself and Odyssey with the help of others. These translations represent Pope's second period. His Homer is to be enjoyed and praised. It contains more of Pope than Homer. He worked with the translation based on previous translations. The real difficulty lays in the fact that neither he nor his age could understand Homer. Pope wanted for a public a drawing room for reading in accordance with the taste of their time. Pope satisfied them well. പോപ്പ് ഇലിയഡ് എന്നുള്ള വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒഡീസി മറ്റുള്ള കണ്ടംപററി റൈറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പീരീഡാണ് പറയണത്. സെക്കൻഡ് പീരീഡാണ് ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോമർ എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്യാനും പ്രൈസ് ചെയ്യപ്പെട്ട ഒന്നാണ്. അപ്പം അതിൽ കൂടുതലായിട്ട് പോപ്പിൻ്റെ അഭിപ്രായങ്ങളാണ് ഹോമറുടെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഹീ വർക്ക്ഡ് വിത്ത് ട്രാൻസ്ലേഷൻ, അപ്പോൾ പ്രീവിയസ് ട്രാൻസ്ലേഷൻ്റെ ബേസിസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. വളരെ ബുദ്ധിമുട്ടായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഏജിലുള്ളവർക്കോ ഹോമറിനെ മനസ്സിലായില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ പോപ്പിനൊരു പബ്ലിക് ഡ്രോയിങ് റൂം വേണമായിരുന്നു റീഡിങ്ങിന്. അപ്പോൾ അന്നത്തെ കാലത്തെ ടേസ്റ്റ് ആയിരുന്നു അത്. അദ്ദേഹം അങ്ങനെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ മൂന്നാമത്തെ പീരീഡ് പറയണത് പോപ്പ് സെറ്റ് ഔട്ട് ടു റൈറ്റ് സറ്റാറ്റിക് ആൻഡ് ഡൈഡാറ്റിക് പോയട്രി. The principle of words of this period are satire and epistles of Horace imitated. The prologue and the epistle to Arbuthnot, the Dunciad, a long satire, talks about bad poets of Pope's day. The essay on Man, a poem in 4 epistles, describes the defense of the moral government of the universe. മൂന്നാമത്തെ പീരീഡ് എന്ന് പറയുന്നത് സറ്റാരിക് ആയിട്ടുള്ളതും ഉപദേശപരമായിട്ടുള്ള പോയട്രിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ വർക്ക്സ് എന്ന് പറയുന്നത് സറ്റയറും അതുപോലെ തന്നെ എപ്പിസ്റ്റൈൽസ് ഓഫ് ഹൊറേസും ആണ്. അപ്പോൾ പ്രലോഗും എപ്പിസ്റ്റൈൽ ടു ഡോക്ടർ അർബുത്നറ്റും ഡെൻസിയാഡും ഒക്കെ ഉണ്ടായിരുന്നു. ഡെൻസിയാഡ് എന്ന് പറയുന്നത് ഒരു ലോങ് സറ്റയറാണ്. അപ്പോൾ അന്നത്തെ പോപ്പിൻ്റെ കാലത്തെ ബാഡ് പോയറ്റ്സിനെ കുറിച്ച് പറയുന്ന ഒന്നാണത്. അതുപോലെ തന്നെ എസ്സേ ഓൺ മാൻ എന്ന് പറയുന്നത് ഒരു വർക്കാണ്. പിന്നെ ഒരു പോയാണ് 4 എപ്പിസ്റ്റൈൽസ്. അത് എന്താണ് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മോറലിനെ കുറിച്ചൊക്കെ എതിർത്ത് പറയുന്നുണ്ട്. The other poets of the age of Pope. Matthew Prior wrote a parody of Dryden. John Gay, friend of Swift and Pope, wrote fables and 6 pastorals. Edward Young wrote satires in Pope's manner and authored Night Thoughts. Robert Blair, a Scotch poet, wrote The Grave in the Blank Verse and is not prevailing classic couplet. William Somerville wrote the descriptive poem The Chase. The mock heroic and the dispensary were written by Sir Samuel Gurth. പോപ്പിൻ്റെ കാലത്തുള്ള മറ്റുള്ള പോയറ്റ്സാണ് മാത്യു പ്രയർ. അദ്ദേഹം ഡ്രൈഡൻ്റെ ഒരു പാരഡി എഴുതിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ജോൺ ഗേ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ടായിട്ടുള്ള. അതുപോലെ തന്നെ പോപ്പ് ഫേബിൾസ് എഴുതിയിട്ടുണ്ട്, 6 പാസ്റ്ററൽസ് എഴുതിയിട്ടുണ്ട്. എഡ്വേർഡ് യങ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എന്താണ് പോപ്പിൻ്റെ മാനറിൽ സറ്റയർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് തോട്ട്സ് എന്നുള്ള ഒരു വർക്കും എഴുതിയിട്ടുണ്ട്. റോബർട്ട് പ്ലെയർ ഒരു സ്കോച്ച് പോയറ്റാണ്. അദ്ദേഹം ഗ്രേവ് എന്നുള്ള വർക്ക് എഴുതിയിട്ടുണ്ട്. അത് ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരുന്നത്. അതിന് ക്ലാസിക്കൽ കപ്ലെറ്റ് ഒന്നും അല്ല. പിന്നെ വില്യം സോമർലെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പോയം എഴുതിയിട്ടുണ്ട്, ദ ചേസ്. ദ മോക്ക് ഹീറോയിക്കും അതുപോലെ ഡിസ്പെൻസറിയും എഴുതിയത് സാമുവൽ ഗർത്താണ്. പ്രോസ് ഇൻ ദ ഏജ് ഓഫ് പോപ്പ്. ഡാനിയൽ ഡെഫോ. He was born in London as the son of a well-to-do butcher, a born journalist and pamphleteer. Defoe had an adventurous career of tile factor, foreign tradesman, printer, volunteer trooper, confidant to the king, inmate of Newgate cell, government spy and fugitive from political persecution. അപ്പോൾ ഡാനിയൽ ഡെഫോ ജനിച്ചത് ലണ്ടനിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ബച്ചർ എന്ന് പറഞ്ഞാൽ കശാപ്പുകാരനായിരുന്നു. അദ്ദേഹം ജന്മന തന്നെ ഒരു ജേർണലിസ്റ്റ്, ലഘുലേഖ എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് അഡ്വഞ്ചറസ് കരിയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടൈൽ ഫാക്ടറായിട്ട്, ഫോറിൻ ട്രേഡ്സ്മാൻ ആയിട്ട്, പ്രിൻ്റർ ആയിട്ട്, വോളണ്ടിയർ ട്രൂപ്പറായിട്ട്, കോൺഫിഡൻറ്റ് ടു ദ കിങ് ആയിട്ട്, ഇൻമേറ്റ് ഓഫ് ന്യൂഗേറ്റ് സെൽ, പിന്നെ ഗവൺമെൻറ് സ്പൈ ആയിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താ പറയുക, ഹീ ഹാഡ് ദ കീനസ്റ്റ് സെൻസ് ഓഫ് വാട്ട് ദ പബ്ലിക് വാണ്ടഡ് ആൻഡ് മെയ്ഡ് ദ ഫുൾ യൂസ് ഓഫ് ഇറ്റ്. അദ്ദേഹത്തിന് പബ്ലിക്കിന് എന്താണ് വേണ്ടതെന്നാണ്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിന് വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹി ഓവ്സ് ഹിസ് ഇമ്പോർട്ടൻസ് ഇൻ ലിറ്ററേച്ചർ മെയിൻറ്റെയിൻസ് ടു ഹിസ് വർക്ക്സ് ഓഫ് ഫിക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ച് വളരെയധികം വ്യക്തമായൊരു രൂപം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഓഫ് ഫിക്ഷൻ. For many years he was writing biographies and adventures of notorious criminals. ഒരുപാട് വർഷത്തോളം അദ്ദേഹം ഈ നോട്ടോറിയസ് ക്രിമിനൽസിൻ്റെ ബയോഗ്രഫിയും അഡ്വഞ്ചേഴ്സും എഴുതിയിട്ടുണ്ട്. His famous work is The Life and the Adventure of Robin Crusoe. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ലൈഫ് ആൻഡ് അഡ്വഞ്ചർ ഓഫ് റോബിൻ ക്രൂസോ എന്ന് പറയുന്നത്. He also wrote the memoirs of a cavalier, Captain Singleton, Manhandler, John Hack and Roxana. പിന്നെ അദ്ദേഹം എഴുതിയ വർക്കാണ് മെമ്മേഴ്സ് ഓഫ് കാവലിയർ, ക്യാപ്റ്റൻ സിംഗിൾട്ടൺ, മാൾ ഹാൻഡേഴ്സ്, കലൻ ജാക്ക്, റോക്സോണ എന്ന് പറയണത്. ഡെഫോ ടുക്ക് മച്ച് പ്രയേഴ്സ് ടു കൺവിൻസ് ഹിസ് റീഡേഴ്സ് ഓഫ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ഹിസ് നറേറ്റീവ്സ്. ഹിസ് വർക്ക്സ് ആർ കാൾഡ് ഫിക്റ്റീഷ്യസ് ബയോഗ്രഫീസ്. His homely, easy, colloquial style was admired by Defoe's importance in the history of English novel as universally admitted. അപ്പോൾ ഒരുപാട് കാലത്തോളം അദ്ദേഹം ഇങ്ങനെ നോട്ടോറിയസ് ക്രിമിനൽസിലെ ബയോഗ്രഫി ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് ലൈഫ് ആൻഡ് അഡ്വഞ്ചറസ് റോബിൻസൺ ക്രൂസോ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് മെമ്മേഴ്സ് ഓഫ് കാവലിയർ, ക്യാപ്റ്റൻ സിംഗിൾട്ടൺ, മാൻ ഹാൻഡ്ലർ, കേണൽ ജാക്ക് ആൻഡ് റോക്സോണ. അതുപോലെ തന്നെ ഡെഫോ ഒരുപാട് എഴുത്തുകാരെ കൺവിൻസ് ചെയ്യാനായിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ ഫിക്റ്റീഷ്യസ് ബയോഗ്രഫീസ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹോംലി, ഈസി, കൊളോക്കിയൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് യൂണിവേഴ്സലി അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി ജോനാഥൻ സ്വിഫ്റ്റ് ആണ്. 1667 to 1745. Swift was born of English parents in Ireland. His life was one of the most tragic in literary field. He was a powerful and original genius of his age. He was a confidential secretary to Sir William Temple and in power in politics. He supported Whigs first and later the Tories. He suffered a mysterious brain disease which made him melancholic. His mind began to give away and slowly he lost his memory. Only death brought him merciful release. His relationship with other 3 women also had its part in his misery. അപ്പോൾ ജോനാഥൻ സ്വിഫ്റ്റ് ജനിച്ചത് 1667 മരിക്കുന്നത് 1745 അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പാരൻസിൻ്റെ മകനായിട്ട് അയർലൻഡിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ലിറ്റററി ഫീൽഡിൽ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒന്നാണെന്ന് പറയാം. അദ്ദേഹം വളരെ പവർഫുള്ളും ഒറിജിനലുമായിട്ടുള്ളൊരു ജീനിയസ് ആയിരുന്നു അന്നത്തെ ഏജിലെ. അതുപോലെ തന്നെ അദ്ദേഹം സർ വില്യം ടെമ്പിളിൻ്റെ കോൺഫിഡൻഷ്യൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആദ്യം വിഗ്സിനെ സപ്പോർട്ട് ചെയ്ത, പിന്നീട് ടോറീസിനെയും. അദ്ദേഹം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബ്രെയിൻ ഡിസീസ് ബാധിച്ചത് മൂലം പിന്നീട് അദ്ദേഹത്തിന് ഒരു മെൻ്റൽ പോലെയൊക്കെ ആയി, ഒരു ഭ്രാന്തമായ ഒരു വിഷാദരോഗം പോലെയൊക്കെ ആയി.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ, മെമ്മറീസൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. മരണം മാത്രമാണ് അദ്ദേഹത്തിന് അതിനൊരു സമാധാനപരമായ റിലീസ് നൽകിയത്. അദ്ദേഹത്തിൻ്റെ 3 സ്ത്രീകളായിട്ടുള്ള ബന്ധവും ഒരു ദുരിതത്തിലാണ് അവസാനിച്ചത്. സ്വിഫ്റ്റ് is one of the greatest writers of English prose. He employed simple, direct and colloquial style. He omitted ornate and rhetorical way of writing. അപ്പോൾ ഇംഗ്ലീഷ് പ്രോസിലെ ഒരു ഗ്രേറ്റസ്റ്റ് റൈറ്റർ എന്ന് പറയാം നമുക്ക് ജൊനാഥൻ സ്വിഫ്റ്റിനെ. അതായത് സിമ്പിളും ഡയറക്റ്റും കൊളോക്കിയൽ സ്റ്റൈലിലാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു റിട്ടോറിക്കൽ വേ ഓഫ് റൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഹിസ് സ്പെഷ്യൽ ഫീൽഡ് വാസ് സറ്റയർ ആൻഡ് ഫേവറേറ്റ് ഇൻസ്ട്രുമെൻറ്റ് വാസ് ഐറണി. Addison and Richard Steele. Special field was satire and favorite instrument was irony. He published The Battle of Books and Tale of Tub in 1704. He reconciled divinity within these works. Another great work by Swift is The Gulliver's Travels. This is one of the bitterest satires on mankind ever written. The Gulliver's Travels is divided into 4 parts. Contrary to the age of shallow optimism, Swift was a profound pessimist. അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് സറ്റയർ ആയിരുന്നു. അതുപോലെ തന്നെ ഫേവറേറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഐറണി ആയിരുന്നു. അദ്ദേഹം ബാറ്റിൽ ഓഫ് ബുക്സ് ആൻഡ് ടെയിൽ ഓഫ് ടബ് 1704 പബ്ലിഷ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ നമുക്ക് ഡിവൈനിറ്റി കാണാമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റർ വർക്കാണ് ഗളിവേഴ്സ് ട്രാവൽ. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ കുറിച്ചുള്ള എത്രയും വലിയ സറ്റാറിക് ആയിട്ടുള്ള ഒരു വർക്കാണ് ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറയുന്നത്. അത് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പൊള്ളയായ ഒരു ശുഭാപ്തി വിശ്വാസവും അതുപോലെ തന്നെ ഒക്കെ ഇല്ലേ, അതിനോടൊക്കെ അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പിന്നീടാണ് അഡിസണും സ്റ്റീലും വരുന്നത്. Joseph Addison and Sir Richard Steele are the names of often associated with periodical essay. They met as boys at the Chandler House and later as young men at Oxford. Then Steele joined army and later politics. Addison gained reputation from classical scholarship and entered the House of Commons. Addison was Chief Secretary for Ireland and Secretary of State. Steele was an easy-going, thriftless and careless man. Addison was an urbane and polished gentleman. Their striking difference in temperament was their greatest value. In their works, they discussed art, philosophy, drama and poetry. They wrote with an educational as well as with moral aim to extend and popularize general culture. The Spectator is a standing example for this. അപ്പോൾ ജോസഫ് അഡിസൺ ജനിച്ചത് 1672 മരിക്കുന്നത് 1719. റിച്ചാർഡ് സ്റ്റീൽ ജനിക്കുന്നത് 1672 മരിക്കുന്നത് 1729. അപ്പം പീരിയോഡിക്കൽ എസ്സേ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ പേരുകൾ നമുക്കറിയാൻ പറ്റുന്നത്. ഇവർ ചാൻഡർ ഹൗസിൽ വെച്ചിട്ട് ചെറുപ്പത്തിൽ പരിചയപ്പെട്ടു. പിന്നീട് ഓക്സ്ഫോർഡിൽ യങ് മാൻ ആയിരിക്കുന്ന സമയത്ത് അവർ പിന്നെയും ജോയിൻ ചെയ്തു. സ്റ്റീൽ എന്ന് പറയുന്ന ആർമിയിൽ ജോയിൻ ചെയ്തു. പിന്നീട് പൊളിറ്റിക്സിലും. അഡിസൺ ക്ലാസിക്കൽ സ്കോളർഷിപ്പിലാണ്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസിൽ ജോയിൻ ചെയ്തു. അഡിസൺ ചീഫ് സെക്രട്ടറി ആയിരുന്നു അയർലൻഡിലെ. അതുപോലെ തന്നെ സ്റ്റീൽ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അഡിസൺ എന്ന് പറയുന്നത് ഒരു അർബൻ ആൻഡ് പോളിഷ്ഡ് ജെൻറ്റിൽമാൻ ആയിരുന്നു. ദെയർ സ്ട്രൈക്കിംഗ് ഡിഫറൻസ്. അപ്പോൾ അവർക്ക് തമ്മിലുള്ള ഡിഫറൻസ് അതൊരു വലിയൊരു ഗ്രേറ്റ് വാല്യൂ ആണ്. അവരുടെ വർക്കിൽ അവർ ഫിലോസഫിയും ഡ്രാമയും പോയട്രി ആർട്ടും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ എഡ്യൂക്കേഷണലും അല്ലെങ്കിൽ മോറലായിട്ടുള്ള രീതിയിലൊക്കെ വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെക്ടേറ്റർ എന്ന് പറയുന്നത് അതിനൊരു ഗ്രേറ്റ് എക്സാമ്പിളാണ്. The other prose writers of the period. Among writers, the second rank John Arbuthnot, Henry St. Johnson, Lord Bolingbroke, Francis Atterbury, Colley Gibber, Lord Shaftesbury and George Berkeley are important. അപ്പം അന്നത്തെ കാലത്ത് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് ജോൺ ആർബത്നറ്റ്, ഹെൻറി സെൻറ്റ് ജോൺ, ലോർഡ് ബോളിംഗ്ബ്രോക്ക്, ഫ്രാൻസിസ് ആറ്റർബറി ഇങ്ങനെയുള്ളവരൊക്കെ. ഡ്രാമ ഇൻ ദ ഏജ് ഓഫ് പോപ്പ്. There was not much drama in the age of pop. From the literary point of view, the most important work in tragedy was done by Addison in his Cato. Mrs.
cantilever and steel rod for place with ethical purpose. George Lillo tried sentimental comedy to establish a dramatic drama. അന്നത്തെ കാലത്ത് ഡ്രാമയൊന്നും ഉണ്ടായിരുന്നില്ല അധികം. ഒരു ലിറ്റററി പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ട്രാജഡി ആയിരുന്നു. അത് എഴുതിയിരിക്കുന്ന അഡിസൺ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ കാറ്റോ എന്നുള്ള വർക്കിൽ. പിന്നെ മിസ്സിസ് സെൻറ്റ്ലിവറും സ്റ്റീലും കൂടെ 4 പ്ലേസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ജോർജ് ലില്ലോ സെൻറ്റിമെൻ്റൽ കോമഡി എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. Development of literary form and style. In the age of pop, separation from romanticism is complete. Romanticism എന്നുള്ള സെപ്പറേഷൻ കംപ്ലീറ്റ് ആയിരുന്നു അന്ന്. The ideals of classicism reign supreme. ക്ലാസിസിസം ആയിരുന്നു അന്ന് സിംഹാസനത്തിൽ എത്തിയത് എന്ന് പറയാം. അന്ന് അതായിരുന്നു ഫേമസ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്പിരിറ്റ് നേച്ചറിലേക്കുള്ള റിട്ടേണും വന്നിട്ടുണ്ടായിരുന്നു. ഇൻ പോയട്രി ദ ലിറിക് ഓൾമോസ്റ്റ് ഡിസപ്പിയേഴ്സ് ആൻഡ് ദ ഓഡ് ഫീബ്ലി സർവൈവ്സ്. ലിറിക്സ് ഡിസപ്പിയർഡായി, ഇല്ലാതെയായി. ഓടായിരുന്നു നിലനിന്നിരുന്നത്. സറ്ററിക് ടൈപ്പ് ഇസ് കോമൺ ആൻഡ് ഓഫ് ഹൈ ക്വാളിറ്റി. സറ്ററിക് ടൈപ്പായിരുന്നു കൂടുതൽ കോമണും, അത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതായിരുന്നു. നറേറ്റീവ് പോയറ്റ്സ് ഗേവ് ബർത്ത് ടു ബെസ്റ്റ് പ്രൊഡക്ഷൻസ് ഓഫ് ദ പീരീഡ്. അപ്പോൾ നറേറ്റീവ് പോയറ്റ്സ് ആണ് അന്നത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ഷൻസ് നൽകിയിരുന്നത്. ആർട്ടിഫിഷ്യൽ ടൈപ്പ് ഓഫ് പാസ്റ്ററൽ ഇസ് പോപ്പുലർ. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ടൈപ്പ് ഓഫ് പാസ്റ്ററലും പോപ്പുലർ ആയിരുന്നു. ഡ്രാമ ഓൾമോസ്റ്റ് ഇസ് ബ്ലാങ്ക് ഇൻ ദിസ് ഏജ്. അന്നത്തെ കാലത്ത് ഡ്രാമ കുറവായിരുന്നു. നത്തിങ് ഓഫ് എനി മെറിറ്റ് ടേക്ക് പ്ലേസ്. In prose, a distinct advance is seen. For the first time, periodical literature occupies a prominent place in the writing of the time. There is a large body of religious, political and philosophical work in satirical tone. Satirical ടോണിലുള്ള റിലീജിയസ്, പൊളിറ്റിക്കൽ, ഫിലോസഫിക്കൽ വർക്ക്സൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോസിൽ നമുക്ക് ഒരു മെച്ചം കാണാമായിരുന്നു. പിന്നെ ആദ്യത്തെ തവണയായിട്ട് പീരിയോഡിക്കൽ ലിറ്ററേച്ചറിന് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അന്ന് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദ ഏജ് ഓഫ് പോപ്പ് ബ്രോട്ട് ഔട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചർ ഇൻ പ്രോസ്, എസ്പെഷ്യലി ദ പീരിയോഡിക്കൽ ലിറ്ററേച്ചർ. പീരിയോഡിക്കൽ ലിറ്ററേച്ചറിലാണ് ഈ ഏജ് ഓഫ് പോപ്പ് വളരെയധികം നല്ല ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദർ വാസ് ദ യൂസ് ഓഫ് മിഡിൽ സ്റ്റൈൽ. ഒരു മിഡിൽ സ്റ്റൈൽ അവർ യൂസ് ചെയ്തിരുന്നത്. ടേസ്റ്റ് ഓഫ് ഏജ് ഓഫ് പോപ്പ് വാസ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. ആ പോപ്പിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഏജ് ആയിരുന്നു എന്ന് പറയാം. താങ്ക് യു.